1957-58 കാലഘട്ടത്തിലെ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ക്യൂൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ടൊവിനോ തോമസ് ആണ് നായകനാകുന്നത്. ഡ്രാഗൺ സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കയാദു ലാഹോറാണ് ഈ ചിത്രത്തിലെ നായിക. നരിവേട്ട എന്ന ചിത്രത്തിന് ശേഷം ടൊവിനോ തോമസ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് പള്ളിച്ചട്ടമ്പി. ഒരു മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് വിശാലമായ ക്യാൻവാസിൽ എത്തുന്നത്. ബിഗ് ബജറ്റിൽ എത്തുന്ന ചിത്രത്തിൽ നിരവധി അഭിനേതാക്കൾ പങ്കാളികളാകുന്നുണ്ട്. കലാസംവിധാനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് പള്ളിച്ചട്ടമ്പി. പ്രശസ്ത കലാസംവിധായകനായ ദിലീപ് നാഥാണ് ഈ ചിത്രത്തിനായി കലാസംവിധാനം നിർവഹിക്കുന്നത്. വിജയരാഘവൻ, തെലുങ്ക് നടൻ ശിവകുമാർ, സുധീർ കരമന, ജോണി ആന്റണി, ടി.ജി. രവി, ശ്രീജിത്ത് രവി, പ്രശാന്ത് അലക്സാണ്ടർ, ജയകൃഷ്ണൻ, വിനോദ് കോടമംഗലം, ചോസൂട്ടി തുടങ്ങി നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ദാദാ സാഹിബ്, ശിക്കാർ, ഒരുത്തി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കി ശ്രദ്ധേയനായ സുരേഷ് ബാബുവാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വേൾഡ് വൈൽഡ് ഫിലിംസ് ഇന്ത്യയുടെ ബാനറിൽ നൌഫൽ, ബ്രിജേഷ് എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. തൻസീർ സലാമും CCC ബ്രദേഴ്സുമാണ് കോ പ്രൊഡ്യൂസേഴ്സ്. ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് ജോസ് ബിജോയിയാണ്. ഛായാഗ്രഹണം ടിജോ ടോമിയും എഡിറ്റിംഗ് ശ്രീകാന്ത് സാരംഗം നിർവഹിക്കുന്നു. കാഞ്ഞാർ, പൈനാവ്, മൂലമറ്റം തുടങ്ങി ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കുക. കയാഡു ലാഹോർ അഭിനയിക്കുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണ് പള്ളിച്ചട്ടമ്പി. 19-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കയാഡു ലാഹോർ മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ചത്. ഒരു ജാതി ജാതകമായിരുന്നു മലയാളത്തിൽ അഭിനയിച്ച കയാഡു ലാഹോറിന്റെ രണ്ടാമത്തെ ചിത്രം.